വെൽക്കം ടു സുരാഗ് വ്ലോഗ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ആണ്. ഇതിൽ എന്റെ ബാഗിലത്തെ കുറച്ച് ഐറ്റംസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഒരുപാട് കപ്പിൾസ് ഒക്കെ കളിച്ചിട്ടുള്ള ഗെയിമാണ്. എന്നാൽ ഞങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ട്രൈ ചെയ്യാത്ത കപ്പിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തു, കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം സാധനം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. എന്റെ ബാഗിൽ എന്റെ ബാഗ് ഉണ്ട്. ഇതാണ് എന്റെ ബാഗ്. ഞാൻ കോളേജിലും വർക്കിനൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള ബാഗാണ്. ഇതിനകത്ത് ഞാൻ എന്റെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കാണിച്ചു കൊടുക്കാം. എന്തോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ സാധനം ഞാൻ തുറക്കുകയാണ്. എന്താ സാധനം നമുക്ക് നോക്കാം. നമുക്ക് ഉള്ള പണി ഇത് ഇടുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ. കോമ്പാക്ട് പൗഡർ ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഗൈസ്. കോമ്പാക്ട് പൗഡർ അല്ല, ഇതിനു മുമ്പ് ഞാൻ ഇടുന്ന സാധനം കണ്ടിട്ടുണ്ട്. മുഖത്ത് ഇടുന്നതും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ കാണാണ്ടിരിക്കും. ഓക്കെ ഓക്കെ, അതാ നമുക്ക് അടുത്ത ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബ്യൂട്ടി സോപ്പ്, മറ്റേ പഞ്ഞിയില്ല, നമ്മള് മേക്കപ്പ് ഉപയോഗിക്കുന്ന സംഭവല്ലേ. ഞാൻ പോവാ, ഞാൻ ഇല്ല. എന്താ എല്ലാ കാര്യം എനിക്ക് അറിയുന്നോണ്ടല്ലേ നിനക്ക് ചമ്മല്. എല്ലാം കാണുന്ന അതുകൊണ്ടായി. പിന്നെ കാണാണ്ട് അറിയോ? ഇതെന്താ സാധനം? വായിച്ചു നോക്കാം അല്ലേ പറ. ഇത് സോറി ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം. ഞാനിത് അങ്ങനെ ഉപയോഗിക്കല്ലേ, കാരണം ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. കണ്ടോ, അത് റിമൂവ് ചെയ്യുന്ന സാധനമാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ ഒരു യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ലിക്വിഡ് എന്തോ വെള്ള സാധനം പോലത്തെ. അത് ലിക്വിഡാണ്. ഞാൻ അല്ലാതെ നെയിൽ പോളിഷ് ഉപയോഗിക്കല്ല, അതുകൊണ്ടാണ് ഇത് അങ്ങനെ യൂസ് ചെയ്യാറ്. എപ്പോഴെങ്കിലും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്, പക്ഷെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ചേർത്ത് വന്ന സാധനങ്ങളാട്ടോ. നെക്സ്റ്റ് ഐറ്റം കേട്ടാണ്. ഇത് നമുക്ക് സുപരിചിതമായ ഒരു സാധനമാണ്. ഇതെല്ലാം ഞാൻ ഇടുന്ന കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. എനിക്ക് ഇട്ട് തരാറുണ്ട് ഗൈസ്. ഇനി അടുത്ത് പുകച്ചിലുണ്ടെന്നുള്ളു. അത് ചിലർക്ക് പുകയും. പക്ഷെ ഇത് ലിപ്സ്റ്റിക്, പുതിയ ലിപ്സ്റ്റിക്കാ, അടുത്ത് വാങ്ങിയതേ ഉള്ളൂ. അതാ. നെക്സ്റ്റ് ഇത് മറ്റേ ഫെയർ ആൻഡ് ലവ്ലി ആണോ? ഇത് ഇത് നമ്മള് ഇതിന് ഇടുന്ന നേരത്തൊക്കെ പോന്നതിന്. ഫെയർ ലവ്ലി പറഞ്ഞല്ലോ. അതുപോലത്തെ ഒരു സാധനമാണ്. വൈറ്റ് ടോൺ ആണ് നമ്മുടെ സ്കിന്നില് റെഡിന്റെ ഒക്കെ അതന്നെ വെയിലത്ത് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത നോക്കാം. ഇത് ഇത് നമ്മളെ മറ്റേ എന്തായിരുന്നു എന്റെ പേര് മറന്നല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം വരിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും ഇടലുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോകുമ്പോ ഇടലുണ്ട്. ഇത് ഇതെന്തായിരുന്നു അതിന്റെ പേര് മറന്നല്ലോ. ഒരു ചന്ദനക്കളർ സാധനല്ലേ, അതിന്റെ പേരെന്തായിരുന്നു? എന്താ പറ, എനിക്കറിയില്ല. അറിയില്ല ഗൈസ്. കണ്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ അത് തന്നെ. എനിക്ക് സാധനം എനിക്കറിയാം. എനിക്ക് കളർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ആ പേര് മനസ്സിലായതാ. സോറി. ഇത് നമ്മൾ ഇത് കണ്ണിന്റെ കണ്ണ് കഴുകുന്നതാണോ? കണ്ണ് കഴുകുന്നതാണോ? ഇത് മറ്റേ സംഭവല്ലേ, എന്തായിരുന്നു എഴുതുന്ന? എവിടെ എഴുതുന്നതാ? പീരികം. ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ കണ്ണിൽ എഴുതാറുണ്ട്, പക്ഷെ ഞാൻ കണ്ണിൽ ഉപയോഗിക്കില്ല.
ഐബ്രോസിനാണ് ബ്രോ പെൻസിൽ, ഫേസ് വാഷ്, ഹിമാലയന്റെ അതിന്റെ മറ്റേ എംബ്ലം കണ്ടാ നമുക്ക് അറിഞ്ഞൂടെ കളറും. ഇത് പഴയതാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കറൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് അങ്ങനെ ഉപയോഗിക്കല്ല. ഇത് നമ്മള് ഐലൈനർ അല്ല അല്ല, അത് നമുക്ക് അത് കൺമഷിയാണോ? അല്ല, ഒന്നുമില്ല അതിന്റെ സ്റ്റിക്കർ പോലില്ല. പഴയ ഏതോ ഒരു ജാമ്പാന്റെ കാലത്തുള്ള സാധനം എടുത്തോണ്ട് നമ്മൾ പറ്റിക്കുക. അത് പഴയത്, അതുകൊണ്ട് അതിന്റെ അത് സ്റ്റിക്കർ കാര്യങ്ങളൊന്നും. കൺമഷിയാണത്. കൺമഷി പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ കൺമഷി അല്ല. പിന്നെന്താണിത്? കണ്ണിലിടുന്നതല്ല. പുര എഴുതുന്ന ഓക്കെ നമ്മള് ചുണ്ടിലാക്കുന്ന ആണോ? എനിക്കറിയില്ല എന്തത്. ഇത് കണ്ണിന്റെ ക്രീലിൽ ഇങ്ങനെ ആക്കൂലേ ഇത്? എന്താണ് ഇതിന്റെ സാധനത്തിന്റെ പേരെന്താ? അതിന്റെ പേരെന്തായിരുന്നു? അതാ ചോദിച്ചതിന്റെ പേരെന്താന്ന്. എന്താ സംഭവം? അതെനിക്ക് മനസ്സിലായി, മറ്റേ പീലിയില് കൺപീലിയിലാക്കുന്നത്. ഒരു ബ്ലാക്ക് അല്ലത്, അതിന്റെ പേരെന്താ? എനിക്ക് അറിഞ്ഞൂടെ അവസാനം. മസ്കാര. മസ്കാര, അത് തന്നെ. അത് ആണുങ്ങൾ യൂസ് ചെയ്യാറില്ലേ? ഐലൈനർ ഡെയിലി പക്ഷെ എല്ലാത്തിന്റെയും കുപ്പി ഞാൻ കാണലില്ല. ഇവള് എഴുതിയിട്ട് വരിക എന്നല്ലാണ്ട് ഞാൻ കാണലൊന്നുമില്ല. ഇത് നമ്മള് നെയിൽ പോളിഷ്. ഇടയ്ക്ക് കാലിലിടാറുണ്ട്, ഞാൻ കാലില് ഞാൻ തന്നെ ഇട്ട് കൊടുക്കാറ്. ഞാൻ തന്നെയാണ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇവർക്ക് ഞാൻ തന്നെ ഇട്ട് കൊടുക്കാറ്. എന്തോ അയ്യടാന്ന്. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം കാണിച്ചു കൊടുക്കാം. ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്റെ കരുണ കാരണം ഇത് നമ്മൾ പാഡ്, സാനിറ്ററി പാഡ്. ഇത് നമ്മള് മെൻസസ് സമയത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഒരുവിധ സാധനങ്ങളൊക്കെ അറിയാം, കാരണം ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ കണ്ടുപരിചയമുണ്ട്, ഉപയോഗിച്ചും പരിചയമുണ്ട് കേട്ടോ. ഐലൈനറൊക്കെ എനിക്ക് നല്ല പരിചയം, അതുകൊണ്ടാ ഇടയ്ക്ക് എനിക്ക് തരാറുണ്ട്. അപ്പൊ അല്ലാത്ത സാധനങ്ങൾ എന്റെ കയ്യിൽ ഇല്ല, കാരണം എന്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിപ്പിടിച്ചോണ്ട് കുറെ സാധനങ്ങൾ എടുക്കാത്ത കുറെ സാധനങ്ങൾ ബാഗിൽ നിന്ന് ഇപ്പൊ എടുത്തോണ്ട് വന്നതാ. അതെനിക്ക് മനസ്സിലാതെ പോയത്. ബാഗിലെടുത്ത് വെച്ചാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കല്ല, ജസ്റ്റ് റെഗുലർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഏകദേശം അറിയാം. അല്ലാത്ത സാധനങ്ങൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ ബാഗിൽ അങ്ങനെ വെച്ചേ ഉള്ളൂ. മറ്റേ നെയിൽ പോളിഷിന്റെ സാധനം അതിപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന. ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല, അതുകൊണ്ടാ. ഞാൻ പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് റിമൂവ് അതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുറെ കാര്യങ്ങൾ നമുക്ക് പെണ്ണുങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇടുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു ചലഞ്ച് ആയിട്ട് വീണ്ടും വരാം. ചലഞ്ചസ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ, നമ്മൾ അതായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മളെ വീഡിയോസ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അത് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും അറിയാം, ആദ്യത്തെ പോലെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോസ് വീണ്ടും വരുന്നേക്കും. ബൈ ബൈ.